നമസ്കാരം. ട്രംപിന്റെ കാഞ്ഞ ബുദ്ധിയിൽ ഇറാനിൽ തീയിടും. ഇറാനിൽ ജീവന്റെ അംശം ബാക്കിയില്ലാതാക്കാൻ ട്രംപ്. അമേരിക്കയും ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന സമാധാന ചർച്ചകൾ തകർച്ചയുടെ വക്കിലെത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ തുടർച്ചയായിട്ട് നടത്തിയ പോസ്റ്റുകളാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇറാനിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ചർച്ച ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരടങ്ങുന്ന ഉന്നതതല US സംഘവുമായിട്ടാണ് ഇറാൻ പ്രതിനിധികൾ ചർച്ച നടത്തിയത്. ചർച്ചകൾ കൃത്യമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ ആപ്പിലൂടെ ചർച്ചകളുടെ വിശദാംശങ്ങൾ ഓരോന്നായി പരസ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഔദ്യോഗിക ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് പ്രസിഡന്റ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ സംഘത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഇറാൻ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘമാണ് ചർച്ചകൾക്കായിട്ട് സ്വിറ്റ്സർലൻഡിൽ എത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് നല്ല ബന്ധമില്ലാത്തതിനാൽ ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് ഇരു വിഭാഗത്തെയും ഒരുമിച്ചിരുത്തി മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അയാൾ പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് അവർ ചർച്ചകൾ നടത്തി ഇറങ്ങിപ്പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അല്ലെങ്കിൽ അത്തരം ചില ഭീഷണികൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നത് സത്യമാണ് എന്ന് പറയുകയാണ്. എന്നാൽ ഒടുവിൽ അവർ ചർച്ചകളിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല എന്ന് കൂടി വാൻസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ പ്രതിനിധികൾ ഉന്നയിച്ച പരാതികൾക്ക് തങ്ങൾ ശക്തമായിട്ടുള്ള മറുപടി നൽകിയതായിട്ട് വാൻസ് വ്യക്തമാക്കുമ്പോഴും ഞങ്ങൾ ഇന്നലെ ഇറാനികളോട് ഒരു കാര്യം കൃത്യമായി പറഞ്ഞു. ഈ തലമുറയിലെ യുവാക്കൾ, അതായത് നമ്മൾ പറയുള്ളൂ ഈ മില്ലേനിയകൾ എന്ന് പറയുന്നത്, പറയുന്നത് പോലുള്ള നിങ്ങൾ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക, ഈ ട്രാഷ് ടോക്സ് എന്ന് പറയപ്പെടുന്നത് ഒഴിവാക്കുക എന്ന്. അത് നടത്തുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അതിനോട് പ്രതികരിക്കുമെന്നോ യഥാർത്ഥ വിവരങ്ങൾ അത് തിരുത്തുമെന്നോ നിങ്ങൾ കരുതരുത് എന്നും, അവർ സത്യങ്ങൾ പറയുമ്പോൾ പ്രസിഡന്റും ഞാനും അമേരിക്കയും ജനതയും അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയാണ് ചെയ്തതെന്നും, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത ഭീഷണികൾ അവർ മുഴക്കുമ്പോൾ US പ്രസിഡന്റ് സത്യം എന്താണ് എന്ന് വിളിച്ചു പറയുമെന്നുമാണ് വാൻസ് ഇതിനോട് വാർത്താ സമ്മേളനത്തിൽ ഇതിനെ പൊതിഞ്ഞു പറയാൻ ശ്രമിച്ചത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെക്കാൻ പോകുന്ന ധാരണാപത്രത്തിലെ ഏറ്റവും തർക്ക വിഷയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതിയത്. ചർച്ചകൾ പകുതി വഴിയിൽ നിൽക്കുമ്പോൾ തന്നെ കരാറിൽ അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് ട്രംപ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതായത് ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടായിരുന്നു ട്രംപിന്റെ ഒരു പ്രധാന പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. അതിങ്ങനെ വെടിനിർത്തൽ നിലനിൽക്കുന്ന 60 ദിവസത്തെ കാലയളവിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് യാതൊരുവിധ നികുതിയും ഈടാക്കില്ല. ഈ 60 ദിവസത്തെ കാലാവധി കഴിഞ്ഞാലും നികുതി ഈടാക്കാൻ പാടില്ല. എന്നാൽ അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടിയോ അമേരിക്ക നേരിട്ടോ ചുമത്തുന്ന നികുതികൾക്ക് ഇത് ബാധകമായിരിക്കില്ല എന്നാണ് ട്രംപ് ഈ ചർച്ചകൾ നടക്കുന്ന സമയത്തിന് എഴുതി വിട്ടിരിക്കുന്നത്. അപ്പോ മെരിലാൻഡിലെ കാറ്റോക്കിംഗ് പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിഡന്റ് ഔദ്യോഗിക വിശ്രമ കേന്ദ്രമായിട്ടുള്ള ക്യാമ്പ് ഡേവിഡിൽ ദ്വാരാന്ത്യം ചിലവഴിക്കുമ്പോൾ ട്രംപ് ഇറാനെതിരെ തുടർച്ചയായിട്ട് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരുന്നു. ഈ ഭരണകാലത്ത് ഇത് രണ്ടാം തവണയാണ് ട്രംപ് ക്യാമ്പ് ഡേവിഡിൽ എത്തുന്നതും ലെബനനിലെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇറാൻ വലിയ തോതിൽ പണം നൽകുന്ന വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിൽ പണം നൽകി വളർത്തുന്ന തങ്ങളുടെ പ്രോക്സി സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയെ ഉടൻ തന്നെ വിലക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പൊ ഇതിനൊപ്പം മുൻപ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വ്യോമസേനയെയും ഒപ്പം തന്നെ നാവികസേനയെയും ഡ്രോൺ സംവിധാനങ്ങളെയും ഒക്കെ താൻ എങ്ങനെയാണ് തകർത്തത് എന്ന് ട്രംപ് വീമ്പ് പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇത്തരം കടുത്ത അധിക്ഷേപങ്ങൾ ഇറാൻ പ്രതിനിധികൾ അങ്ങേയറ്റം അസ്വസ്ഥരാക്കിയിരുന്നു. ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് അവർ വാൻസിനോടും സംഘത്തോടും ഭീഷണി മുഴക്കുകയും ചെയ്തു. അതുകൊണ്ട് ചർച്ചയ്ക്കിടെ ചെറിയ ഭീഷണികളും അല്പം പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് നേരാണ്. എന്നാൽ ദിവസാവസാനം ഈ ചർച്ചകൾ തടസ്സമില്ലാതെ തുടരുകയും വലിയ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇരു രാജ്യങ്ങളുടെയും സാങ്കേതിക നിയമ വിദഗ്ധരടങ്ങുന്ന സംഘങ്ങൾ കരാറിന്റെ ഓരോ വരിയും കൃത്യമായിട്ട് പരിശോധിച്ചതിനാൽ പ്രാദേശിക സമയം പുലർച്ചെ 1 മണി കഴിഞ്ഞിട്ടും ചർച്ചകൾ നീണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ആഴ്ചകളിലും ഒക്കെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നത് തുടരുമെന്നും, എങ്കിലും ഒരു അന്തിമ വിജയകരമായിട്ടുള്ള കരാറിൽ എത്തുന്നതിനായിട്ടുള്ള ശക്തമായ ഒരു അടിത്തറ പാകാൻ ഇപ്പോഴത്തെ ചർച്ചകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വാൻസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് ഈ ചർച്ചകളിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഇറാന്റെ ആണവ നിലയ പരിശോധനയാണ്. തങ്ങളുടെ ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസി ആയിട്ടുള്ള IAEA എന്ന് പറയപ്പെടുന്ന ഇൻസ്പെക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തേക്ക് തിരികെ ക്ഷണിക്കാൻ ഇറാൻ സമ്മതിച്ചതായിട്ട് വാൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാഴികക്കല്ലാണ് എന്നാണ് വാൻസ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യം സത്യത്തിൽ അമേരിക്കയെ പിടിച്ചു കുലുക്കുകയായിരുന്നു എന്നുള്ള സത്യം എന്തുകൊണ്ടോ ട്രംപും വാൻസും ഒക്കെ മറന്നു പോകുന്നുണ്ട്. കാരണം ഇത്രയും നാൾ 4 മാസത്തോളം അമേരിക്കയെ പോലൊരു മഹാരാജ്യത്തിനെ പിടിച്ചു കുലുക്കുവാൻ ഒരു ചെറു രാജ്യമായിട്ടുള്ള ഇറാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനെ നമിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വാൻസ് പറഞ്ഞു വെക്കുന്ന അമേരിക്ക വിജയിച്ചു എന്ന് പറയപ്പെടുന്ന അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് എന്ന് പറയപ്പെടേണ്ടി വരുന്നു. എന്തായാലും ഇറാന്റെ ആണവായുധ പദ്ധതികൾക്ക് സ്ഥിരമായിട്ട് അറുതി വരുത്തുന്നതിനുള്ള ആദ്യത്തെ വലിയ ചുവടുവെപ്പാണ് ഈ കരാർ എന്ന്
അമേരിക്ക അവകാശപ്പെടുകയാണ്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളിലാണ് ഇപ്പോൾ വലിയ പുരോഗതി ഉണ്ടായിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായിട്ടുള്ള ഹോർമൂസ് കടലുകൾക്ക് തടസ്സമില്ലാതെ തുറന്നു പ്രവർത്തിക്കുവാനുള്ള കൃത്യമായുള്ള ഒരു സംവിധാനം, ഇസ്രായേലും ലബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കാര്യക്ഷമമായിട്ട് ഏകോപിപ്പിക്കുന്നു. മറ്റൊന്ന്, ഇറാന്റെ ആണവ നിലയങ്ങളിൽ IAEA ഇൻസ്പെക്ടർമാർക്ക് വീണ്ടും പരിശോധന നടത്താനുള്ള അനുമതി നൽകുന്നു. അടുത്ത 60 ദിവസത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളോടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. വലിയ തർക്കങ്ങൾക്കും നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കും ഒടുവിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഒരു ശുഭസൂചനയോടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നതെങ്കിൽ ഇത് ട്രംപിന്റെ കാഞ്ഞ ബുദ്ധിയാണ്. ഈ കാഞ്ഞ ബുദ്ധിയിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഇറാനെ എങ്ങനെയും തീയിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇറാനിൽ ജീവന്റെ അംശം ബാക്കിയില്ലാതാക്കുക എന്നുള്ളതാണ് ട്രംപിനെ പോലുള്ളവരെ ബുദ്ധി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന സമാധാന ചർച്ചകൾക്ക് 60 ദിവസത്തെ ഒരു ടെമ്പററി സെറ്റിൽമെന്റ് ആണെങ്കിൽ കൂടിയും അതിനുശേഷവും യുദ്ധത്തിന് അറുതി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.